ഞാൻ എന്തിനാ അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോണ്? ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുത്തത്. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി UDF-നെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മറുപടി പറഞ്ഞല്ലോ. പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറയണേ ഞാൻ മറുപടി പറയണത്. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്നുള്ള ഒരു സമീപനമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറില്ല. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേരളത്തിലെ UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. അതുവരെയല്ല എൻ്റെ UDF-നെ നയിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ UDF-ന്. അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. എന്നിട്ട് പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞായിരുന്നു. ഗുരുദേവൻ അങ്ങനെയായിരുന്നു. ഗുരുദേവനെ അവമാനിക്കരുത് ദേവി. ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ചതയ ദിനം കൂടിയാണ്. ഗുരുദേവനെ ആരും അപമാനിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും എന്റെ പരാതി അതേ ഉള്ളൂ. വെള്ളാപ്പള്ളി ഒരുമിച്ചുള്ള വേദികളുണ്ട്. ആ വേദികളിലൊക്കെ അതൊക്കെ അതിനെന്താ പ്രശ്നം? അത് SNDP യൂണിയൻ എന്ന് പറയുന്നത്, SNDP എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിതമായ സംഭവം. ഞാൻ ശ്രീനാരായണീയനാണ്. ഞാൻ ശ്രീനാരായണന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയനാണ് ഞാൻ പോവെല്ലായിടത്തും. അത് അവിടെ ആ സ്ഥാനത്ത് ആരിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അതെല്ലാം ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അതെനിക്കറിയാം. KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത്. കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇനി കോൺഗ്രസ് വിരുദ്ധരാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് KPCC പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. KPCC അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഞാൻ അതിനെക്കുറിച്ച് അത് സംഘടനാപരമായി